രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്ഥയാ പുലർക്കാലേ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ, പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമ ഭവാൻ ദീക്ഷിക്കയാഗമിനി, താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ, നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലം, ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയുമായി. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ, മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാമവനെയൊരു ശരം, അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ, ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും, അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ, എന്നെ രക്ഷിക്കേണമെന്ന ഭയം പുക്കിയിടിനാൻ. ഭക്തവത്സലന ഭയം കൊടുത്തതു മൂലം, ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീചനും. പറ്റലർക്കുലകാലനാകിയ സൗമിത്രിയും, മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ, ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷ കിന്നര സിദ്ധ ചാരണ ഗന്ധർവന്മാർ, തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുണർന്നശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും, ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 2-3 ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞുരസിപ്പിച്ചു കൗശികനവരുമായി. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി, അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും. ജനകമഹീപതി തന്നുടെ മഹായജ്ഞം, ഇനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ. ചൊല്ലിഴും ത്രയംബകമാകിയ മഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ, ഭൂമിപാലേന്ദ്രന്മാരാർച്ചിതവനുദിനം. ക്ഷോണിപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ, കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു, ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ. പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം, തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദഫലതാ കുസുമഫലങ്ങളാൽ, സർവമോഹനകരം ജന്തു സഞ്ജയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി, പുണ്ടരീകേക്ഷണനുമീ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം, ആശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും. എത്രയുമാഹ്ലാദമുണ്ടായിതു മനസ്സിമേ, തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിധേ.